ഹലോ, എല്ലാവർക്കും നമസ്കാരം. നമ്മൾ 6th ചാപ്റ്റർ ആയിരുന്നു പഠിച്ചുകൊണ്ടിരുന്നത്. ഗെറ്റിംഗ് സ്റ്റാർട്ടഡ് വിത്ത് ജിംബ്. ജിംബിൻ്റെ സ്റ്റാർട്ടിങ് കുറച്ച് ബേസിക്സ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിച്ചു. ലെയേഴ്സ് എന്താണെന്ന് പഠിച്ചു. ലെയർ ഡയലോഗ് ബോക്സ് വെച്ചിട്ട് നടത്തുന്ന ഡിഫറെൻറ്റ് ഓപ്പറേഷൻസ്, അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ആദ്യത്തെ 2 പാർട്ടിലായിട്ട് പഠിച്ചു. ഡിഫറെൻറ്റ് സെലക്ഷൻ ടൂൾസുകൾ പഠിച്ചു. ഇനി നമ്മൾ അടുത്ത പാർട്ടിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത് പഠിക്കാനായിട്ടുള്ളത് ആഡിങ് ടെക്സ്റ്റ് ടു ഇമേജ് ഇൻ എ ജിംബ്. ഒരു ജിംബിനകത്തുള്ള ഒരു ഇമേജിലോട്ട് നമുക്കൊരു ടെക്സ്റ്റ് ആഡ് ചെയ്യണം. അപ്പോൾ നമ്മളൊരു എന്തെങ്കിലും ഒരു ലോഗോയോ എന്തെങ്കിലും ഒരു ഇമേജ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പം അതിൻ്റെ നമ്മുടേതായിട്ടുള്ള ഒരു ക്യാപ്ഷനോ അല്ലെങ്കിൽ അതിൻ്റെ ആ ഇമേജിന് വേണ്ടിയിട്ടുള്ള ഒരു മെസ്സേജോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ആ ഒരു ഇമേജിൽ നമുക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ടെക്സ്റ്റായിട്ട് ആഡ് ചെയ്യാനായിട്ട് സാധിക്കും. അതെങ്ങനെയാണെന്നാണ് നമ്മൾ ഇനി അടുത്ത് പറയുക. ദ ടെക്സ്റ്റ് ടൂൾ ഈസ് യൂസ്ഡ് ടു ആഡ് ടെക്സ്റ്റ് ടു ആൻ ഇമേജ് ഇൻ ജിംബ്. ഒരു ഇമേജിലേക്ക്, ജിംബിലുള്ള ഒരു ഇമേജിലോട്ട് നമുക്ക് ടെക്സ്റ്റ് ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ടെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്ന ടൂള്. ഓക്കെ, ടെക്സ്റ്റ് ടൂൾ ഈസ് അവൈലബിൾ അറ്റ് ടൂൾ ബോക്സ്. ടൂൾ ബോക്സിനകത്ത് ടെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്നൊരു ടൂൾ കിടപ്പുണ്ട്. ടു എഡിറ്റ് ആൻഡ് എൻറ്റേർഡ് ടെക്സ്റ്റ്, സെലക്റ്റഡ് ദ ടെക്സ്റ്റ് ടൂൾ ഫ്രം ദ ടൂൾ ബോക്സ് ആൻഡ് മേക്ക് നെസസറി ചേഞ്ച്. നമ്മൾ എൻ്റർ ചെയ്തേക്കുന്ന ഒരു ടെക്സ്റ്റ് നമുക്ക് എന്തെങ്കിലും ചേഞ്ചസ് വരുത്തണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എഡിറ്റ് വരുത്തണമെന്നുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും ടെക്സ്റ്റ് ടൂൾ തന്നെ എടുക്കുക. ദെൻ ആ ടെക്സ്റ്റ് ടൂൾ വെച്ചിട്ട് നമുക്ക് ആ ചേഞ്ചസ് എന്താണോ വരുത്തേണ്ടത് ചേഞ്ച് വരുത്താനായിട്ട് സാധിക്കും. ടെക്സ്റ്റ് ടൂൾ ഈസ് അവൈലബിൾ അറ്റ് ടൂൾ, ടെക്സ്റ്റ് ഓർ ഇൻ ടൂൾ ബോക്സ്. ടൂൾ എന്ന് പറയുന്ന മെയിൻ മെനുവിൽ നിന്ന് ടെക്സ്റ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. അതല്ല എങ്കിൽ ടൂൾ ബോക്സിലെ ടെക്സ്റ്റ് ടൂൾ എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം. എക്സാമ്പിൾ കാണിച്ചു തരാം. ഇതിപ്പോൾ ഞാൻ ജിംബിൽ ഓപ്പൺ ചെയ്തേക്കുന്ന ഒരു ഇമേജാണ്. നമ്മുടെ ബാക്ക്ഗ്രൗണ്ടായിട്ട് ഇവിടെ ബാക്ക്ഗ്രൗണ്ട് കിടപ്പുണ്ട്. ദെൻ അതിന് മുകളിലുള്ള ഒരു ലെയറാണ് ഇവിടെ കിടക്കുന്നത്. ആ ലെയറിൽ ഒരു ഇമേജ് ഞാൻ ജസ്റ്റ് പേസ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഈ കിടക്കുന്ന ക്യാപിറ്റൽ എ എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ ഈ ടൂൾ ബോക്സിനകത്ത് ഈ കിടക്കുന്നതാണ് ടെക്സ്റ്റ് ടൂള്. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്തിട്ട് ഇതാ ഇവിടെ ജസ്റ്റ് ഡ്രാഗ് ചെയ്യുക. ഡ്രാഗ് ചെയ്ത് കഴിയുമ്പോൾ ഒരു ബോക്സ് ഇവിടെ വരും. ദെൻ നമുക്കിവിടെ ടെക്സ്റ്റ് എന്താണോ കൊടുക്കേണ്ടത് ആ ടെക്സ്റ്റ് നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. മൈ പിക്ചർ എന്ന് ഞാൻ ജസ്റ്റ് ടൈപ്പ് ചെയ്ത് കൊടുത്തു. ദെൻ ഈ ടൈപ്പ് ചെയ്ത ഡീറ്റെയിൽസ് അല്ലെങ്കിൽ ആ ഒരു ടെക്സ്റ്റ് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്തു. ടെക്സ്റ്റ് സെലക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ സൈസ് കൂട്ടി കൊടുക്കണമെങ്കിൽ സൈസ് കൂട്ടി കൊടുക്കാം. അതേപോലെ അണ്ടർലൈൻ ചെയ്ത് കൊടുക്കണമെങ്കിൽ അണ്ടർലൈൻ ചെയ്യാം. സ്ട്രൈക്ക് ത്രൂ ചെയ്യണമെങ്കിൽ സ്ട്രൈക്ക് ത്രൂ ചെയ്യാം. ഇറ്റാലിക് ആക്കണമെങ്കിൽ ഇറ്റാലിക് ആക്കാം. അത് ബോൾഡ് ആക്കണമെങ്കിൽ ബോൾഡ് ആക്കാം. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതിൻ്റെ സൈസ് ഇവിടെ കൂട്ടി കൊടുക്കാം, അതിൻ്റെ സ്റ്റൈൽ ഇവിടെ മാറ്റി കൊടുക്കാം. അങ്ങനെ ഒരു ചെറിയൊരു ഡയലോഗ് ബോക്സ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ ആ ഡയലോഗ് ബോക്സ് വെച്ചിട്ട് നമുക്ക് അതിൻ്റെ കളർ ചേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ കളർ ചേഞ്ച് ചെയ്തപ്പോൾ ഒരു ഗ്രീൻ കളർ എടുത്തു. ദെൻ അത് ഓക്കെ കൊടുത്തു. അപ്പോൾ ആ കൊടുത്തേക്കുന്ന എഡിറ്റിങ് കംപ്ലീറ്റ് നമുക്ക് ഈ ടെക്സ്റ്റിനകത്ത് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ഇവിടെ വെച്ചിട്ടു. ദെൻ ഇത് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്കിത് മൂവ് ചെയ്യിക്കണം എന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യിക്കാൻ നമുക്ക് ആവശ്യമുള്ള ഇമേജിൻ്റെ എവിടെയാണോ നമുക്ക് ആ ടെക്സ്റ്റ് കൊണ്ടുവയ്ക്കേണ്ടത് ആ ടെക്സ്റ്റ് അവിടെ കൊണ്ടുവച്ചു. ദെൻ ഇവിടെ നിങ്ങൾ നോക്കിയാൽ ഇതാണ് ലെയർ ഡയലോഗ് ബോക്സ്. ഈ ലെയർ ഡയലോഗ് ബോക്സിൽ മൈ പിക്ചർ എന്ന് പറയുന്നത് നമ്മൾ കൊടുത്തേക്കുന്ന ആ ഒരു ടെക്സ്റ്റ് പുതിയൊരു ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത്. ദെൻ ലെയർ ഡയലോഗ് ബോക്സിൽ ഈ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും ഇത് ചെറിയൊരു ഐക്കണാണ്. നിങ്ങൾക്കത് വീഡിയോയിൽ ശരിക്കും കാണാൻ പറ്റുന്നുണ്ടോ, തിരിച്ചറിയാൻ പറ്റുന്നുണ്ടോ എന്നറിയില്ല. ഈ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചേക്കുന്ന ഐക്കൺസ് ആണ്. അപ്പോൾ ഓരോ ലെയറിൻ്റെയും ലെഫ്റ്റ് സൈഡിൽ ഐക്കൺസ് ഉണ്ട്. അപ്പോൾ ഈ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ലെയർ ഇവിടെ വിസിബിൾ ആവണോ വേണ്ടയോ എന്നാണ് തീരുമാനിക്കുക. അപ്പോൾ ഐക്കൺ ഇവിടെ വിസിബിൾ ആണെങ്കിൽ ആ ലെയർ ഇവിടെ വിസിബിൾ ആയിരിക്കും. അതിനെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ ആ ഐക്കൺ അങ്ങ് പോവും. അപ്പോൾ ആ ലെയറിൻ്റെ കണ്ടൻറ്റ് ഇവിടുന്ന് ഇൻവിസിബിൾ ആവും. ദെൻ അതിൽ ഒന്നും കൂടി ക്ലിക്ക് ചെയ്താൽ അതവിടെ വിസിബിൾ ആവും. അപ്പോൾ മൈ പിക്ചർ എന്നുള്ളത് ഇവിടെ വിസിബിളായി. ദെൻ അടുത്തതിൻ്റെ തൊട്ട് താഴെയുള്ള അല്ലെങ്കിൽ ഫസ്റ്റ് ലെയറിൽ ഞാൻ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ലെയർ അവിടെ നിന്ന് ഇൻവിസിബിളായി. അപ്പോൾ അതിൻ്റെ ആ ലെയറിനകത്തായിരുന്നു നമ്മുടെ ഇമേജ് കിടന്നിരുന്നത്. അപ്പോൾ ആ ഇമേജ് ഇൻവിസിബിളായി. ദെൻ അതിൽ ഒന്നും കൂടെ ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വിസിബിളാവും, നമുക്ക് കാണാൻ പാകത്തിനാവും. അപ്പോൾ അതാണ് ലെയർ ഡയലോഗ് ബോക്സിൻ്റെ ലെഫ്റ്റ് സൈഡിൽ പറഞ്ഞേക്കുന്ന ഈ ഐക്കൺ എന്ന് പറഞ്ഞുകൊണ്ട് ഉദ്ദേശിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ ഒരു ടെക്സ്റ്റ് നമ്മുടെ ഇമേജിലോട്ട് ആഡ് ചെയ്തു. നമ്മുടെ ഇമേജിലേക്ക് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്തു. ദെൻ അടുത്തത് അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ടൂൾ യൂസ് ചെയ്തിട്ട് ഇമേജിലോട്ട് ഒരു ടെക്സ്റ്റ് ആഡ് ചെയ്യാം. ദെൻ നെക്സ്റ്റ് പറയുന്നത് എക്സ്പോർട്ടിങ് ഇമേജസ് ഇൻ ജിംബ്. ഒരു ജിംബ് നമ്മൾ വേറൊരു ഫയൽ ഫോർമാറ്റ് അല്ലെങ്കിൽ ജിംബിലുള്ളൊരു ഇമേജ് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാം.
നമുക്കറിയാം ഒരു ജിംബ് ഇമേജ് നമുക്ക് എപ്പോഴും സേവ് ചെയ്യുന്നത് XCFിനകത്താണ്. ദെൻ ആ ജിംബ് ഫോർമാറ്റിൽ കിടക്കുന്ന ഫയല് അല്ലെങ്കിൽ ഇമേജ് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലോട്ട് സേവ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഫയൽ എടുക്കുക, എക്സ്പോർട്ട് ആസ് എന്ന് പറഞ്ഞു കൊടുക്കുക. ഇതാ ഇവിടെ ഇപ്പോൾ PNG ആയിട്ടാണ് കിടക്കുക. ഇപ്പോൾ ഞാനിവിടെ മൈ പിക്ചർ .jpg എന്ന് കൊടുത്തു. അപ്പോൾ JPG ഫയൽ അല്ലെങ്കിൽ BMB ഫയൽ, PNG ഫയൽ, വേറെ ഏത് ഫയൽ ഫോർമാറ്റിലോട്ട് വേണമെങ്കിലും ഇമേജിൻ്റെ വേറെ ഏത് ഫയൽ ഫോർമാറ്റിലോട്ട് വേണമെങ്കിലും നമുക്കത് എക്സ്പോർട്ട് ചെയ്യാം. അപ്പോൾ മൈ പിക്ചർ .jpg എന്ന് കൊടുത്തു. ദെൻ എക്സ്പോർട്ടിൻ്റെ ക്വാളിറ്റി ഏത് ക്വാളിറ്റിയിലുള്ളതാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് ചോദിച്ചു. അപ്പോൾ നമ്മൾ 90 ആണ് ക്വാളിറ്റി കൊടുത്തേക്കുന്നത്. ദെൻ എക്സ്പോർട്ട് കൊടുത്തു. അപ്പോൾ ആ ഒരു ഇമേജ് മൈ പിക്ചർ .jpg എന്ന് പറയുന്ന ആ ഒരു ഫോർമാറ്റിൽ സേവ് ആയിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നമ്മുടെ ജിംബിൽ ഉള്ള ഒരു ഇമേജ് നമുക്ക് വേറെ ഏതെങ്കിലും ഒരു ഫോർമാറ്റിലോട്ട് ഇമേജ് ഫോർമാറ്റിലോട്ട് സേവ് ആക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് യൂസ് ചെയ്യുക. ടു കൺവേർട്ട് ദ ജിംബ് പ്രൊജക്ട് ഫയൽ ടു അനദർ ഫോർമാറ്റ് യൂസ് ദ ഫോളോയിങ് മെത്തേഡ്. രണ്ട് രീതിയിൽ നമുക്ക് ചെയ്യാം. ഒന്നിൽ ഫയലിൽ സേവ് ആസ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തിട്ട് സെലക്ട് ചെയ്ത ഫയൽ ടൈപ്പ്, ഏത് ടൈപ്പിലേക്കാണ് നമുക്ക് സേവ് ചെയ്യേണ്ടതെന്നുള്ളത് ആ ഫയൽ ടൈപ്പ് സെലക്ട് ചെയ്ത് കൊടുക്കുക. അതല്ല എങ്കിൽ ജിംബിൽ തന്നെ എക്സ്പോർട്ട് ടു എന്ന് പറയുന്ന ഓപ്ഷനകത്ത് ആ സ്യൂട്ടബിൾ ഓപ്ഷൻ ഏത് ഫയൽ ഫോർമാറ്റിലോട്ടാണ് നമുക്കത് എക്സ്പോർട്ട് ചെയ്യേണ്ടതെന്നുള്ളത് പറഞ്ഞു കൊടുക്കാം. അപ്പോൾ അങ്ങനെ രണ്ട് രീതിയിൽ നമുക്ക് ഇമേജസ് എക്സ്പോർട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ദെൻ ഇപ്പോൾ ഇത്രയും പോർഷനിൽ ചെക്ക് യുവർ സെൽഫ് 1 വേർഡ്സ് ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചേക്കുന്നത്. നെയിം ദ ടൂൾ യൂസ്ഡ് ടു സെലക്ട് സർക്കുലർ ഏരിയ ഇൻ ആൻ ഇമേജ്. ഒരു ഇമേജിലെ സർക്കുലർ ഏരിയയിൽ കുറച്ച് പോർഷൻസ് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ ഏതാണെന്ന് ചോദിച്ചേക്കണേ. അപ്പോൾ ഏത് ടൂളാണ്? ഒരു സെലക്ഷൻ ടൂളാണ്, എലിപ്സ് സെലക്ട് ടൂളാണ് നമ്മളത് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ സെക്കൻഡ് വൺ, വാട്ട് ഈസ് ദ യൂസ് ഓഫ് സെലക്ഷൻ ടൂൾ? സെലക്ഷൻ ടൂളിൻ്റെ യൂസ് എന്താണ്? സെലക്ഷൻ ടൂൾസ് ആർ ഡിസൈൻഡ് ടു സെലക്ട് റീജിയൻ ഫ്രം ദ ആക്റ്റീവ് ലെയർ. ഒരു ആക്റ്റീവ് ലെയറിൻ്റെ കുറച്ച് റീജിയൻ നമുക്ക് സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സെലക്ഷൻ ടൂൾസ് യൂസ് ചെയ്യുക. A GIMP image can be exported to PNG format using dash option. ഏത് ഓപ്ഷൻ യൂസ് ചെയ്തിട്ടാണ് ഒരു ജിംബ് ഇമേജ് PNG ഫോർമാറ്റിലോട്ട്, PNG എന്ന് പറയുന്ന ഒരു ഫയൽ ഫോർമാറ്റാണ്, ഒരു ഇമേജ് ഫയൽ ഫോർമാറ്റാണ്, ആ ഫോർമാറ്റിലോട്ട് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഓപ്ഷനാണ് യൂസ് ചെയ്യണത് എന്നാണ് ചോദിച്ചേക്കണേ. അപ്പോൾ ഏത് ഓപ്ഷനാണ്? ഫയലിൽ എക്സ്പോർട്ട് ടു എന്ന് പറയുന്ന ഓപ്ഷനാണ് അവിടെ യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫ്യൂസി സെലക്ട് ആൻഡ് ബൈ കളർ സെലക്ട്? അപ്പോൾ ഫ്യൂസി സെലക്റ്റും ബൈ കളർ സെലക്റ്റും തമ്മിലുള്ള വ്യത്യാസമാണ് ചോദിച്ചേക്കുന്നത്. ദിസ് ടൂൾ, ദാറ്റ് മീൻസ് ബൈ കളർ സെലക്ട് ടൂൾ ഈസ് സിമിലർ ടു ഫ്യൂസി സെലക്ട്. ദ ഡിഫറൻസ് ഈസ് ദാറ്റ് ദ ഫ്യൂസി സെലക്ട് ടൂൾ ഓൺലി കണ്ടിന്യൂസ് ഏരിയ ബേസ്ഡ് ഓൺ ദ കളർ സിമിലാരിറ്റി ക്യാൻ ബി സെലക്റ്റഡ്. Whereas with the bicolor select, all the regions in the image where there are similar colors can be selected. ഒരു പ്രാവശ്യം പറഞ്ഞ കാര്യമാണ്, വീണ്ടും ഞാനത് ആവർത്തിക്കുന്നില്ല. അപ്പോൾ ആ ഒരു ഡിഫറൻസ് എഴുതുക. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് ചെക്ക് യുവർ സെൽഫിനകത്ത് പറയുക. ദെൻ നെക്സ്റ്റ് പോർഷനിൽ നമുക്ക് പറയുന്നത് ട്രാൻസ്ഫോം ടൂൾസ് ആണ്. ഒരു ഇമേജിനെ ഡിഫറെൻറ്റ് ഫോർമാറ്റല്ല ഡിഫറെൻറ്റ് അപ്പിയറൻസിലോട്ട് നമുക്ക് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾസാണ് ട്രാൻസ്ഫോം ടൂൾസ് എന്ന് പറയുക. The transform tools are used to alter the appearance of an image. ഒരു ഇമേജിൻ്റെ അപ്പിയറൻസ് ട്രാൻസ്ഫോം ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഓൾട്ടർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ട്രാൻസ്ഫോം ടൂൾസ് എന്ന് പറയുക. ട്രാൻസ്ഫോം ടൂൾസ് ആർ ചേഞ്ച് ദ സൈസ്, പൊസിഷൻ ആൻഡ് ആംഗിൾ ഓഫ് ദ ഇമേജ്. ഒരു ഇമേജിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ പൊസിഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അതിൻ്റെ ആംഗിൾ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ ട്രാൻസ്ഫോം ടൂൾസ് യൂസ് ചെയ്യുന്നുണ്ട്. Different transform tools are align, move, crop, rotate, scale, shear and flip. അപ്പോൾ ഇത്രയും ട്രാൻസ്ഫോം ടൂൾസാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇത് മിക്കവാറും എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിച്ച് കാണാറുള്ളതാണ്. ട്രാൻസ്ഫോം ടൂൾസ് ഏതെങ്കിലും പർട്ടിക്കുലറായിട്ട് ഒരെണ്ണം പേര് പറഞ്ഞ് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ചോദിക്കാം. അതല്ല എങ്കിൽ ട്രാൻസ്ഫോം ടൂൾസ് ഇത്ര എണ്ണം അല്ലെങ്കിൽ ഏതൊക്കെയാണെന്ന് വെച്ചാൽ അതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട്. 5 മാർക്കിൻ്റെ 3 മാർക്കിൻ്റെയും 2 മാർക്കിൻ്റെ 1 മാർക്കിൻ്റെ എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസും 1 വേർഡ് തൊട്ട് ലോങ് ആൻസർ ക്വസ്റ്റ്യൻ വരെ ഡിഫറെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ട്രാൻസ്ഫോം ടൂൾസിൽ നിന്ന് ചോദിക്കാറുള്ളതാണ്. അപ്പോൾ അത് ശരിക്കും മനസ്സിലാക്കി പഠിക്കാം. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ പറയുന്നത് അലൈൻ ടൂൾ. അലൈൻ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം.
അലൈൻ എന്ന് പറഞ്ഞാൽ എന്താ, ഏതെങ്കിലും ഒരു ഏരിയ വെച്ചിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പൊസിഷൻ വെച്ചിട്ട് ആ കുറേ എലമെൻറ്റ്സ് അലൈൻ ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് അറേഞ്ച് ചെയ്ത് വെക്കുക, അതിനാണ് അലൈൻ എന്ന് പറയുക. അലൈൻ ടൂൾ ഈസ് യൂസ്ഡ് ടു അലൈൻ ദ ഇമേജ് ലെയേഴ്സ് വിത്ത് വേരിയസ് ഇമേജ് ഒബ്ജക്റ്റ്. ഡിഫറെൻറ്റ് ഇമേജ് ഒബ്ജക്റ്റ് ഉള്ള ഡിഫറെൻറ്റ് ഇമേജ് ലെയേഴ്സ് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് അലൈൻ ടൂൾ എന്ന് പറയുക. ഓക്കെ, അലൈൻമെൻറ്റ് ഓഫ് ദ ഒബ്ജക്റ്റ് ക്യാൻ ബി ഡൺ ഇൻ 2 ways. ടൂൾസിൽ, ട്രാൻസ്ഫോം ടൂൾസിൽ അലൈൻ എന്ന് പറയുന്ന ഓപ്ഷനാണ് നമുക്ക് അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. അപ്പോൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം. അലൈൻ റിലേറ്റീവ് ടു ആൻ ഒബ്ജക്റ്റ് ഓർ സെലക്ഷൻ. ഒരു നമ്മൾ സെലക്ട് ചെയ്യുന്ന ഏതെങ്കിലും ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടോ അല്ലെങ്കിൽ സെലക്ട് ചെയ്യുന്ന ഒരു ഏരിയ വെച്ചിട്ടോ നമുക്ക് ആദ്യം അലൈൻ ചെയ്യാം. ഇനി അതല്ല, സെക്കൻഡ് വൺ ഏതാ, ഡിസ്ട്രിബ്യൂട്ട് അക്കോർഡിംഗ് ടു ആൻ ഓഫ്സെറ്റ് വാല്യൂ. ഒരു ഓഫ്സെറ്റ് വാല്യൂ വെച്ചിട്ട് ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ വാല്യൂ വെച്ചിട്ട് ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് ഉണ്ട്. അപ്പോൾ ആ ഡിഫറെൻറ്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആ ലെയറുകളെല്ലാം കൂടെ ഈക്വൽ ആയിട്ട് അല്ലെങ്കിൽ ഈക്വൽ ഡിസ്റ്റൻസിൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാം. അപ്പോൾ അങ്ങനെ 2 രീതിയിൽ നമുക്ക് അലൈൻ ടൂൾ യൂസ് ചെയ്തിട്ട് ഇമേജസ് അലൈൻ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ ഓരോ ലെയറും അലൈൻ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി എങ്ങനെയാണ് അലൈൻ ടൂൾ യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ അതിൻ്റെ എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഓക്കെ, നമ്മുടെ ജിംപിൻ്റെ ഫയൽ ഓപ്പൺ ചെയ്തിട്ട് ഒരു ക്യാൻവാസ് ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഞാൻ ഈ ഇത് ബാക്ക്ഗ്രൗണ്ട് ആയിട്ടാണ് കിടക്കുന്നത്. ഇവിടെ ഞാനൊരു പുതിയ ലെയർ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ ആ ലെയർ എന്ന് പറയുന്നത് ഈ സെയിം ക്യാൻവാസിൻ്റെ സൈസായിട്ട് തന്നെ ആണ് ലെയർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ചെറിയൊരു സൈസായിട്ട് നമുക്കൊരു 200 ഉള്ള ചെറിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യാം. 2 ലെയറുള്ള ചെറിയ ലെയർ ക്രിയേറ്റ് ചെയ്തു. രണ്ടിൻ്റെയും വാല്യൂ വിഡ്ത്ത്, ആ ഒരു പുതിയ ലെയറിൻ്റെ വിഡ്ത്ത് 200, ഹൈറ്റ് 200 ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. അത് ഓക്കെ അടിച്ചു. ദെൻ ഇതാ ഇവിടെ ഒരു ലെയർ ക്രിയേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, ദെൻ ഈ ലെയറിലോട്ട് ഒരു ഇമേജ് നമുക്ക് പേസ്റ്റ് ചെയ്യാം. ദെൻ ഒരു ഇമേജ് നമുക്ക് ഓപ്പൺ ചെയ്യാം. ആദ്യം ഓപ്പൺ എടുത്തു, പിക്ചേഴ്സ് എന്ന് പറയുന്ന ഓപ്ഷനിൽ പിക്ചേഴ്സിൽ ഒരു ഇമേജ്, ഏതെങ്കിലും ഒരു ഇമേജ് നമുക്ക് എടുക്കാം. നമുക്ക് ആദ്യം എടുത്ത ഇമേജ് തന്നെ ഒരു ഇമേജ് എടുത്തു. ദെൻ ഓപ്പൺ കൊടുത്തു. ആ ഓപ്പൺ കൊടുത്തു കഴിയുമ്പോൾ ഇത് നമ്മൾ ഇമേജാണ് ഓപ്പൺ ആയേക്കുന്നത്. ഇനി ഈ ഇമേജ് നമ്മൾ കോപ്പി എടുത്ത് നമ്മുടെ ക്യാൻവാസിലോട്ട് പേസ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് ഇവിടെ മുകളിൽ നോക്കിയാൽ അറിയാം, ഇത് ഇമേജ് ഓപ്പൺ ആയി കിടക്കുന്നതാണ്. ഇത് നമ്മുടെ ക്യാൻവാസാണ്. അപ്പോൾ ഈ ഇമേജ് ഇവിടുന്ന് കോപ്പി എടുത്തിട്ട് ഇവിടെ ക്യാൻവാസിൽ പേസ്റ്റ് ചെയ്യണം. അതിന് ഈ ഇമേജ് ഇപ്പോൾ ഇതിൻ്റെ ബൗണ്ടറി സഹിതം മൊത്തം സെലക്ട് ആയി കിടപ്പുണ്ട്. ദെൻ ഈ എഡിറ്റ് എടുക്കുക, കോപ്പി കൊടുക്കുക. ദെൻ ക്യാൻവാസ് എടുത്തു, എഡിറ്റ് എടുത്തു, പേസ്റ്റ് കൊടുത്തു. അപ്പോൾ പേസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ഒരു വളരെ വലിയൊരു ഇമേജ് ആയിരുന്നു. അത് നമ്മുടെ ചെറിയ ലെയറിലോട്ട് നമ്മൾ ലെയർ വളരെ 200 എന്ന് പറയുന്ന ഹൈറ്റും വിഡ്ത്തുമാണ് ഇവിടെ ലെയറിന് കൊടുത്തേക്കുന്നത്. അപ്പോൾ വളരെ ചെറിയൊരു ലെയറാണ്. അപ്പോൾ ആ ലെയറിലോട്ട് നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ അതൊന്ന് സ്കെയിൽ ചെയ്യണം. സ്കെയിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു, നമ്മുടെ ഇമേജിൻ്റെ സൈസ് ചെറുതാക്കി കൊടുക്കുന്നതിനാണ് സ്കെയിലിംഗ് എന്ന് പറയുക. ദെൻ ചെറുതാക്കി കൊടുക്കുന്നത് മാത്രമല്ല, ചേഞ്ച് ചെയ്യുന്നതിനാണ് സ്കെയിലിംഗ് എന്ന് പറയുക. ഇപ്പോൾ നമ്മുടെ സ്കെയിൽ ഡയലോഗ് ബോക്സ് വന്നു. അവിടെ വിഡ്ത്തും ഹൈറ്റും നമുക്കിപ്പോൾ ഈ ഉള്ള ഇമേജിൻ്റെ വിഡ്ത്തും ഹൈറ്റും നമുക്കൊന്നുള്ള ഡയറക്റ്റ് ടൈപ്പ് ചെയ്യാം. ഇവിടെ ഒരു ലിങ്കിങ് ചെയിൻ ഉണ്ട്. ഈ ചെയിൻ ഇപ്പോൾ നമുക്ക് ഇവിടെ ഈ വിഡ്ത്ത് നമ്മൾ കുറച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വിഡ്ത്ത് കുറഞ്ഞു വരും, പക്ഷേ അവിടെ ഹൈറ്റിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ ഈ ലിങ്കിങ് ചെയിൻ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കണം. അതിലൊന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ അതങ്ങ് കണക്റ്റഡ് ആവും. അപ്പോൾ വീണ്ടും നമ്മൾ ഇതിൻ്റെ ചേഞ്ച് ചെയ്ത് കൊടുക്കുമ്പോൾ ആദ്യം ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് അതിൻ്റെ ഹൈറ്റും ഓട്ടോമാറ്റിക്കായിട്ട് താഴെ ചേഞ്ച് ആവുന്നുണ്ട്. അപ്പോൾ നമുക്കത് ചെറിയ ഒരെണ്ണം മതി. ദെൻ ഇത് വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് സ്കെയിൽ ചെയ്ത് കഴിയുമ്പോൾ ആ ഒരു ഇമേജ് നമുക്ക് അതിൻ്റെ വീണ്ടും പുറത്ത് തന്നെയാണ് കിടക്കുന്നത്. ദെൻ അതൊന്ന് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്കത് മൂവ് ചെയ്തും കൂടി മാറ്റി വെച്ചു. അപ്പോൾ നമുക്കിതാ ഇവിടെ ഈ ഒരു കോർണറിലായിട്ട് ഇങ്ങനെ കൊണ്ടുവച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ബാക്കി ഒന്നുകൂടി സ്കെയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഒരു ഇമേജ് നമുക്ക് ആ ഒരു ലെയറിലോട്ട് കറക്റ്റ് ഫിറ്റ് ആക്കാനായിട്ട് സാധിക്കും. അപ്പോൾ ഒന്നുകൂടി നമുക്ക് സ്കെയിൽ ചെയ്യാം. സ്കെയിലിംഗ് കൊടുത്തു, ഒന്നുകൂടി ചെയ്യുകയാണ്. ദെൻ ഇത് നമുക്ക് ഷോർട്ടാക്കാം. നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെയും ഷോർട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ അതിൻ്റെ സൈസ് സ്കെയിൽ മാറി വന്നിട്ടുണ്ട്. ദെൻ സ്കെയിൽ കൊടുത്തു. അപ്പോൾ ആ ഒരു ഇമേജ് ആ ഒരു ലെയറിനകത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇമേജ് നമുക്ക് ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ ചേഞ്ച് ചെയ്യാം. ദെൻ അത് മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ജസ്റ്റ് അതിൻ്റെ പൊസിഷൻ ഒന്ന് മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യിക്കണമെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്യുകയും ചെയ്യാം.
അപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇവിടെ ലെയർ ഡയലോഗ് ബോക്സിനകത്ത് ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്നും പറഞ്ഞുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ പേസ്റ്റ് ചെയ്തേക്കുന്നത്. ലെയറിലേക്ക് ഡയറക്റ്റ് വന്നിട്ടില്ല. നമ്മൾ ഈ പേസ്റ്റ് ചെയ്തേക്കുന്ന ഇമേജ് അത് ഫ്ലോട്ടിംഗ് സെലക്ഷൻ ആയിട്ടാണ് കിടക്കുന്നത്. ദെൻ തൊട്ട് താഴെയുള്ള ആങ്കർ എന്ന് പറയുന്ന ഈ ഒരു ഐക്കൺ പ്രസ് ചെയ്താലാണ് ആ മുകളിൽ കിടക്കുന്ന ഫ്ലോട്ടിംഗ് സെലക്ഷൻ എന്താവും, താഴത്തെ ലെയറിലോട്ട് പേസ്റ്റഡ് ആവും. അപ്പോൾ നമുക്ക് ഇവിടെ ഒരു ഇത് മാത്രം, ഈ ഇമേജ് കൊടുത്തേക്കുന്ന പാർട്ട് മാത്രം ഒരു ലെയറാണ്. താഴെ ഈ കിടക്കുന്നതാണ് ക്യാൻവാസ്. അപ്പോൾ നമ്മൾ പുതിയൊരു ഇമേജ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ദെൻ ഈ ഒരു ലെയറിൻ്റെ കുറച്ച് കോപ്പീസ് നമ്മൾ എടുക്കാൻ പോവാണ്. കോപ്പീസ് എടുക്കാൻ വേണ്ടിയിട്ട് ഈ ലെയർ ഡയലോഗ് ബോക്സിൽ നമ്മൾ താഴെ ഇവിടെ ഡ്യൂപ്ലിക്കേറ്റ് ലെയർ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷനും കിടപ്പുണ്ട്. ഇതിൽ ഒന്ന് ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതാ ഇവിടെ ഒരു ലെയറിൻ്റെ ഒരു കോപ്പി വന്നു. ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. അപ്പോൾ 3 വന്നു. ഒന്നുകൂടി ക്ലിക്ക് ചെയ്തു. അപ്പോൾ അതാ 3 കോപ്പികൾ വന്നിട്ടുണ്ട്. ഏറ്റവും താഴെ കിടക്കുന്ന ലെയർ അതിൻ്റെ ഒറിജിനൽ ലെയർ, ദെൻ ലെയർ കോപ്പി 1, ലെയർ കോപ്പി 2. അപ്പോൾ അങ്ങനെ 3 കോപ്പികൾ വന്നിട്ടുണ്ട്. പക്ഷേ ആ കോപ്പികളെല്ലാം കൂടി ഈ ലെയറിൻ്റെ മുകളിലായിട്ടാണ് കിടക്കുന്നത്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇവിടെ സെപ്പറേറ്റ് കാണാൻ പറ്റാത്തത്. ദെൻ മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ചേഞ്ച് ചെയ്തിടാം. ഓക്കെ, ചേഞ്ച് ചെയ്തു. അപ്പോൾ 4 ലെയേഴ്സാണ്, അല്ലെങ്കിൽ 4 ലെയറാണ് ഇവിടെ യൂസ് ചെയ്തേക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്ത് ചെയ്യണം, ഈ ലെയർ അല്ലെങ്കിൽ ഈ ഡിഫറൻ്റ് ആയിട്ട് കിടക്കുന്ന ഈ ലെയർ നമുക്കൊന്ന് അലൈൻ ചെയ്യണം. അലൈൻ ചെയ്യുന്നത് 2 രീതിയിൽ ചെയ്യാം എന്നാണ് പറഞ്ഞേക്കുന്നത്. ദെൻ അലൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂള് ഇതാണ്, അലൈൻമെൻറ്റ് ടൂള്. ഒന്നിൽ നമുക്ക് ഇവിടെ നിന്ന് എടുക്കാം, അല്ലെങ്കിൽ എവിടെ നിന്നാണ് പറഞ്ഞേക്കുന്നത്, ട്രാൻസ്ഫോം ട്രാൻസ്ഫോം ടൂൾസിൽ അലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ. ഒന്നിൽ ടൂൾ ബോക്സിൽ നിന്ന് അലൈൻ എന്ന് പറയുന്ന ബട്ടൺ ഇതാണ്. അതല്ല എങ്കിൽ ടൂൾസിൽ ഏതാണ്, ട്രാൻസ്ഫോം ടൂൾസിൽ അലൈൻ എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട്. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇവിടെ നമ്മൾ കുറേ ഒരെണ്ണം സെലക്റ്റഡ് ആയി വന്നിട്ടുണ്ട്. ദെൻ ഇത് ഞാൻ സെലക്ട് ചെയ്തു. ആദ്യം ഈ ഒരു ഇമേജ് സെലക്ട് ചെയ്തു. ദെൻ അടുത്ത ഇമേജ് സെലക്ട് ചെയ്തു. ലാസ്റ്റ് ഇമേജ് സെലക്ട് ചെയ്തു. അപ്പോൾ നിങ്ങൾക്കറിയാം, ഈ ഓരോ ഇമേജിൻ്റെയും അല്ലെങ്കിൽ ഓരോ ലെയറിൻ്റെയും 4 കോർണറിലും ചെറിയ ഓരോ സ്ക്വയേഴ്സ് വന്നിട്ടുണ്ട്. ആ സ്ക്വയേഴ്സ് ഡിനോട്ട് ചെയ്യുന്നത് ആ ഒരു ലെയർ സെലക്റ്റഡ് ആണ് എന്നാണ് കാണിക്കുക. ഇപ്പോൾ ഇവിടെ ഈ ഒരു ഇമേജിൻ്റെ ചുറ്റും ഒരു ഡോട്ടഡ് ലൈൻ വന്നിട്ടുണ്ട്. അത് ഡിനോട്ട് ചെയ്യുന്നത് അതാണ് ആക്റ്റീവ് ലെയർ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചുറ്റുമുള്ള ലെയർ വന്നേക്കുക. ഇപ്പോൾ ഈ 4 ലെയറും സെലക്ട് ചെയ്തിട്ടുണ്ട്. ദെൻ ഇവിടെ താഴെ കുറച്ച് ഓപ്ഷൻസ്, അതായത് ഇവിടെ നമ്മൾ ഏതെങ്കിലും ഒരു ടൂൾ ബോക്സിൽ ഏതെങ്കിലും ഒരു ടൂൾ സെലക്ട് ചെയ്യുമ്പോൾ അതിനോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കുറച്ച് പ്രോപ്പർട്ടീസാണ് അതിൻ്റെ താഴെയുള്ള ഈ പോർഷനിൽ കാണിച്ചു തരിക. അപ്പോൾ ഇവിടെ ഇപ്പോൾ നമ്മൾ സെലക്ട് ചെയ്തേക്കുന്നത് മൂവ് ടൂളാണ്, അലൈൻമെൻറ്റ് ടൂളാണ്. ആ അലൈൻമെൻറ്റ് ടൂൾ നമുക്ക് 2 രീതിയിൽ ചെയ്യാം എന്ന് പറഞ്ഞു. ഒന്ന്, നമ്മൾ സെലക്ട് ചെയ്തേക്കുന്ന ഐറ്റം ഏറ്റവും ആദ്യം സെലക്ട് ചെയ്തത് ഈ ഒരു ഫസ്റ്റ് കിടക്കുന്ന ഈ ഒരു ലെയർ ആയിരുന്നു. അപ്പോൾ ഈ ലെയറിനെ അല്ലെങ്കിൽ ഈ ഒരു ഇമേജിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിന് ബാക്കിയുള്ള ഇമേജസ് അലൈൻ ചെയ്യാനായിട്ട് പോകുക. ഒന്നിൽ നമുക്ക് ഒരു സെലക്ട് ചെയ്ത ആ ഒരു ഇമേജിനെ ബേസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഓഫ്സെറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് നമുക്ക് അലൈൻ ചെയ്യാം. അങ്ങനെ 2 രീതിയിൽ അലൈൻ ചെയ്യാം. അലൈൻ റിലേറ്റീവ് ടു ആൻ ഒബ്ജക്റ്റ് ഓർ സെലക്ഷൻ, ഡിസ്ട്രിബ്യൂട്ട് അക്കോർഡിംഗ് ടു ആൻ ഓഫ്സെറ്റ് വാല്യൂ. അപ്പോൾ 2 രീതിയിൽ നമുക്ക് അലൈൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം നോക്കാൻ പറ്റുന്നത്, നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഈ ഒരു ഇമേജിനെ ബേസ് ചെയ്തിട്ട് അല്ലെങ്കിൽ ആ ഇമേജിൻ്റെ പൊസിഷൻ വെച്ചിട്ടാണ് നമ്മൾ ബാക്കിയുള്ള ഈ ബാക്കിയുള്ള ലെയറുകളെല്ലാം അലൈൻ ചെയ്യാനായിട്ട് പോകാം. അപ്പോൾ നമുക്ക് ഈ ഒരു അലൈൻ ചെയ്യാനായിട്ട് കൊടുക്കുന്നത് ഇത്രയും, ഇവിടെ ഒരു 3 ഓപ്ഷൻ, അല്ലെങ്കിൽ ആദ്യം സെലക്ട് ചെയ്ത ഈ ഇമേജ് വെച്ചിട്ട് അലൈൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു 6 ഓപ്ഷൻ കിടപ്പുണ്ട്. ദെൻ ഡിസ്ട്രിബ്യൂട്ട്, ഓഫ്സെറ്റ് വാല്യൂ യൂസ് ചെയ്തിട്ട് അലൈൻ ചെയ്യാനുള്ള ഒരു 6 ഓപ്ഷൻസ് ഇവിടെയും കിടപ്പുണ്ട്. ദെൻ ആദ്യം ഫസ്റ്റ് നമുക്ക് ഈ സെലക്ട് ചെയ്തത് വെച്ചിട്ട് നോക്കാം. അപ്പോൾ ഈ ഒരു ഫസ്റ്റ് കിടക്കുന്ന ഈ ഒരു ഇമേജാണ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്തത്. അപ്പോൾ നമുക്ക് അതിനെ ബേസ് ചെയ്തിട്ടുള്ള സെലക്ഷൻ, ഫസ്റ്റ് ബട്ടൺ ഇതാണ്, അലൈൻ ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ടാർജറ്റ്. ഈ ടാർജറ്റ് എഡ്ജ് എന്ന് പറയുന്നത് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഇമേജ് ആണ്. ആ ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ എങ്ങനെയാണോ അല്ലെങ്കിൽ ലെഫ്റ്റ് സൈഡ് എവിടെയാണോ കിടക്കുന്നത് അവിടേക്കാണ് ബാക്കിയുള്ള എല്ലാ ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡ് വരും. അതിന് വേണ്ടിയിട്ടാണ് ഈ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഞാൻ ഈ ബട്ടനെ ക്ലിക്ക് ചെയ്യാണ്. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ എന്താ സംഭവിച്ചെന്ന് നോക്കിയേ, ബാക്കിയുള്ള ഇമേജിൻ്റെ എല്ലാം ലെഫ്റ്റ് സൈഡ് നമ്മൾ ആദ്യം സെലക്ട് ചെയ്ത ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിലായിട്ട് വന്നു കിടന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഈ അലൈൻമെൻറ്റ് അങ്ങ് മാറ്റുവാണ്, പഴയ രീതിയിൽ വന്നു. ദെൻ ഇവിടെ നോക്കിയേ, അലൈൻ സെൻറ്റർ ഓഫ് ദ ടാർജറ്റ്, അതായത് നമ്മുടെ ഈ ടാർജറ്റിൻ്റെ സെൻറ്റർ എവിടെയാണോ ആ സെൻറ്ററിലോട്ടാണ് ബാക്കിയുള്ളത് വരിക. അപ്പോൾ ഇതിങ്ങനെ സെലക്ട് ചെയ്തു. അപ്പോൾ ഇതിൻ്റെയും സെൻറ്റർ എവിടെയാണോ കിടക്കുന്നത് ആ സെൻറ്ററിൽ ബാക്കിയുള്ള ഇമേജിൻ്റെ സെൻറ്റർ തന്നെ വരും. ഓക്കെ, അപ്പോൾ അങ്ങനെ വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തു. ദെൻ
ഇത് അവസാനത്തെ അലൈൻ റൈറ്റ് എഡ്ജ് ഓഫ് ദ ടാർജറ്റ്. നമ്മൾ ഇപ്പോൾ ആദ്യം സെലക്ട് ചെയ്ത ടാർജറ്റ് എന്ന് പറയുന്ന ഇമേജ് അല്ലെങ്കിൽ ലെയർ ഇതാണ്. ഇതിൻ്റെ റൈറ്റ് സൈഡ് എവിടെയാണോ കിടക്കുന്നത് ആ റൈറ്റ് സൈഡിലോട്ട് ബാക്കിയുള്ള ഇമേജിൻ്റെ റൈറ്റ് സൈഡ് വരും. അപ്പോൾ ഈ ഒരു ലൈനിൽ അത് അലൈൻ ചെയ്ത് വരും. ഓക്കെ, ദെൻ ഇത് ഈ കിടക്കുന്ന അലൈൻ ടോപ്പ് എഡ്ജ് ഓഫ് ദ ടാർജറ്റ്. ഈ ഇമേജിൻ്റെ ടോപ്പ് ഏത് എഡ്ജിലാണോ കിടക്കുന്നത് അല്ലെങ്കിൽ ആ എഡ്ജിന് അടുത്തേക്ക് തന്നെയാണ് ബാക്കിയുള്ള ഇമേജിൻ്റെ എല്ലാം ടോപ്പ് വരിക. അപ്പോൾ ഇതെല്ലാം ക്ലിക്ക് ചെയ്യുമ്പോൾ എല്ലാം മുകളിൽ സെയിം ലെവലിൽ അതിൻ്റെ ടോപ്പ് എഡ്ജ് വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് അലൈൻ മിഡിൽ ഓഫ് ദ ടാർജറ്റ്. മിഡിൽ ഓഫ് ദ ടാർജറ്റിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇതിൻ്റെ ഈ ഒരു ഹൊറിസോണ്ടൽ മിഡിലായിട്ടുള്ളതിൻ്റെ ടാർജറ്റ് എഡ്ജിൻ്റെ അല്ലെങ്കിൽ ഫസ്റ്റ് ലെയറിൻ്റെ മിഡിൽ എങ്ങനെയാണോ വന്നേക്കുന്നത്, ഹൊറിസോണ്ടൽ ആയിട്ടുള്ള മിഡിൽ എങ്ങനെയാണോ വന്നേക്കുന്നത് ആ ഒരു പ്ലേസിൽ തന്നെ ബാക്കിയുള്ള എല്ലാ ലെയേഴ്സിൻ്റെയും മിഡിൽ അവിടെ തന്നെ വരും. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ പറയുന്നത് ബോട്ടം എഡ്ജ്. ബോട്ടം എഡ്ജ് ഓഫ് ദ ടാർജറ്റ്. അപ്പോൾ ബോട്ടം എഡ്ജ് എന്ന് പറയുന്നത് ഇവിടെയാണ്. ആ ഒരു ലൈനിൽ തന്നെ ബാക്കിയുള്ള ഇമേജിൻ്റെ എല്ലാം ബോട്ടം എഡ്ജ് കയറി വരും. ഓക്കെ, അപ്പോൾ അത്രയുമാണ് നമുക്ക് സെലക്ട് ചെയ്ത അല്ലെങ്കിൽ ഒരു ടാർജറ്റ് ഒബ്ജക്റ്റ് വെച്ചിട്ട് നമുക്കത് അലൈൻമെൻറ്റ് നടത്താനായിട്ട് സാധിക്കുക. ഓക്കെ, ദെൻ അടുത്തത് നമ്മൾ പറയുന്ന ഒരു ഓഫ്സെറ്റ് വാല്യൂ വെച്ചിട്ട്. ഓഫ്സെറ്റ് വാല്യൂ എന്ന് പറയുമ്പോൾ ഇവിടെ താഴെ ഡിസ്ട്രിബ്യൂഷനാണ് ഇവിടെ നടക്കുക. ഈ ഡിസ്ട്രിബ്യൂഷൻ്റെ അകത്ത് നമ്മൾ ഓരോ ഓഫ്സെറ്റ് വാല്യൂ കൊടുത്തു. ഒരു നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ ഡിക്രീസ് ചെയ്യാനൊക്കെ പറ്റും. ഒരു 300 കൊടുക്കാം. ഓഫ്സെറ്റ് വാല്യൂ നമ്മളൊരു 300 കൊടുത്തു. ദെൻ ലെഫ്റ്റ് സൈഡിൽ ആദ്യത്തെ ബട്ടൺ ഡിസ്ട്രിബ്യൂട്ട് ലെഫ്റ്റ് എഡ്ജ് ഓഫ് ദ ടാർജറ്റ്. ഇവിടെ നമ്മൾ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുവാണ്. ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തപ്പോൾ എന്താ സംഭവിച്ചേക്കണെന്ന് നോക്കിയേ. അപ്പോൾ അതൊന്ന് സൈസ് കുറച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് കുറച്ചും കൂടി ശരിക്കും മനസ്സിലാവും. ഞാനൊരു 100 കൊടുത്തു. ദെൻ ലെഫ്റ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിച്ചേക്കണേ, ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇവിടുന്ന് ലെഫ്റ്റ് എഡ്ജിൽ നിന്ന് 100 പൊസിഷൻ ഇവിടേക്ക് വരും. അവിടുന്ന് 100 പൊസിഷൻ നെക്സ്റ്റ് ഇമേജിലോട്ട് വരും. അങ്ങനെ ലെഫ്റ്റ് സൈഡിലെ ആ ഒരു ലെഫ്റ്റ് സൈഡിൽ നിന്ന് 100 ഓഫ്സെറ്റ് വാല്യൂ നെക്സ്റ്റ് ഇമേജിൻ്റെയൊക്കെ ലെഫ്റ്റ് എഡ്ജിലോട്ട് വരും. അവിടുന്ന് നെക്സ്റ്റ് ഇമേജിൻ്റെ ലെഫ്റ്റ് സൈഡിലോട്ട് 100 പിക്സൽ. അതായത് ഈ ഒരു ലെങ്താണ് നമ്മളിവിടെ പറഞ്ഞു കൊടുക്കുക. ഇവിടെ നിന്ന് നെക്സ്റ്റ് എഡ്ജ് എന്ന് പറയുന്നത് ഇവിടേക്ക് വരും. അപ്പോൾ ഈ എഡ്ജിൽ നിന്ന് 100 പിക്സൽ ഈ എഡ്ജിലോട്ട്, ഈ എഡ്ജിൽ നിന്ന് 100 പിക്സൽ ഇതിൻ്റെ ഈ എഡ്ജിലോട്ട്, ഈ എഡ്ജിൽ നിന്ന് 100 പിക്സൽ ഈ ഒരു എഡ്ജിലോട്ട്. അപ്പോൾ അങ്ങനെ ലെഫ്റ്റ് സൈഡിൽ നിന്ന് 100 പിക്സൽ വരാനായിട്ടാണിത് യൂസ് ചെയ്യുക. ഓക്കെ, ദെൻ അടുത്തത് പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് ഹൊറിസോണ്ടൽ സെൻറ്റർ ഓഫ് ദ ടാർജറ്റ്. അപ്പോൾ ഇവിടുന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന് അല്ലെങ്കിൽ ഈ ആദ്യത്തെ ഇമേജിൻ്റെ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ അടുത്ത ഇമേജ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അടുത്ത ഇമേജ് സ്റ്റാർട്ട് ചെയ്യുക. ഇതിൻ്റെ സെൻറ്ററിൽ നിന്നാണ് അടുത്ത ഇമേജ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെയാണ് അടുത്ത ഓരോ ഇമേജും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ദെൻ ഇത് പറയുക ഡിസ്ട്രിബ്യൂട്ട് റൈറ്റ് എഡ്ജ് ഓഫ് ദ ടാർജറ്റ്. ടാർജറ്റിൻ്റെ റൈറ്റ് എഡ്ജിൽ നിന്ന് ആണ് നമ്മൾ ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ നടത്തുക. അടുത്ത് പറയുന്നത് ഇതിൻ്റെ ഡിസ്ട്രിബ്യൂട്ട് ടോപ്പ് എഡ്ജ് ഓഫ് ദ ടാർജറ്റ്. ടോപ്പ് എഡ്ജിൽ നിന്ന് എന്ത് മാത്രമാണ് ദൂരം വരിക, അല്ലെങ്കിൽ ഇതിൻ്റെ ടോപ്പ് എഡ്ജിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരും, ഇതിൻ്റെ ടോപ്പ് എഡ്ജിൽ നിന്ന് ഇങ്ങോട്ട് വരും. അപ്പോൾ ടോപ്പ് എഡ്ജ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ആണ് അവിടെ പറഞ്ഞു കൊടുക്കുക. ദെൻ ഇത് നെക്സ്റ്റ് വേർഷൻ പറയുന്നത് ഡിസ്ട്രിബ്യൂട്ട് വെർട്ടിക്കൽ സെൻറ്റേഴ്സ് ഓഫ് ദ ടാർജറ്റ്. വെർട്ടിക്കൽ സെൻറ്റേഴ്സ് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. ദെൻ ഇത് ബോട്ടം എഡ്ജ് ഓഫ് ദ ടാർജറ്റ്. ബോട്ടം എഡ്ജിനെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് അലൈൻമെൻറ്റ് ടൂള് നടത്തുക. അപ്പോൾ ഇത് ഇങ്ങനെ അലൈൻ ചെയ്യാം. ദെൻ അതേപോലെ തന്നെ നമുക്ക് ഇങ്ങനെ അലൈൻ ചെയ്യാം. അപ്പോൾ ഒന്നിലധികം അലൈൻമെൻറ്റ് ഒരുമിച്ച് നടത്താനൊക്കെ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അലൈൻ ടൂൾ എന്താണ് എന്നുള്ളത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് അടുത്ത ടൂളിലോട്ട് പോവാം. ഓക്കെ, അടുത്ത ടൂൾ എന്ന് പറയുന്നത് മൂവ് ടൂളാണ്. മൂവ് ടൂൾ ഈസ് യൂസ്ഡ് ടു മൂവ് ലെയേഴ്സ് ഓർ സെലക്ഷൻ. ഞാനിപ്പോൾ ഇതിനു മുമ്പുള്ള എക്സാമ്പിളുകളൊക്കെ കാണിച്ചു തന്നപ്പോൾ ഓൾറെഡി ഞാൻ മൂവ് ടൂൾ നിങ്ങളെ യൂസ് ചെയ്ത് കാണിച്ചു. അപ്പോൾ ഒരു ലെയർ അല്ലെങ്കിൽ ഒരു സെലക്ട് ചെയ്ത പോർഷൻ നമുക്ക് മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് മൂവ് ടൂൾ. അപ്പോൾ നമുക്കത് ട്രാൻസ്ഫോം ടൂൾസിൽ നിന്ന് മൂവ് എന്ന് പറയുന്ന ഓപ്ഷൻ എടുക്കാം, അല്ലെങ്കിൽ ടൂൾ ബോക്സിനകത്തുള്ള മൂവ് ബട്ടൺ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമുക്ക് ജസ്റ്റ് എൻ്റെ എക്സാമ്പിൾ കാണിച്ചു തരാം.
ഇവിടെ ഇപ്പോൾ ഇതൊരു ടൂൾ അല്ലെങ്കിൽ നമ്മൾ വേറൊരു ഇമേജ് നമ്മുടെ ക്യാൻവാസിലോട്ട് സെലക്ട് ചെയ്തേക്കണതാണ്, പേസ്റ്റ് ചെയ്തേക്കണതാണ്. ദെൻ മൂവ് ടൂൾ എടുത്തു. മൂവ് ടൂൾ യൂസ് ചെയ്തിട്ട് ഈ ഇമേജ് നമുക്ക് ഇതിനകത്ത് മൂവ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. എങ്ങോട്ടേക്ക് വേണമെങ്കിലും മാറ്റി നമുക്ക് പ്ലേസ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇങ്ങനെ മൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് മൂവ് ടൂൾ എന്ന് പറയുക. ഓക്കെ, ദെൻ അടുത്ത ടൂൾ എന്ന് പറയുന്നത് ക്രോപ്പ് ടൂളാണ്. ദ ക്രോപ്പ് ടൂൾ ഈസ് യൂസ്ഡ് ഫോർ ക്രോപ്പിംഗ് ഓർ ക്ലിപ്പിംഗ് ആൻ ഇമേജ്. ഒരു ഇമേജ് ക്രോപ്പ് ചെയ്തെടുക്കുക അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ക്രോപ്പ് എന്ന് പറയുന്ന ടൂള്. അപ്പോൾ ഇത് നമുക്ക് ട്രാൻസ്ഫോം ടൂൾസിൽ ക്രോപ്പ് എന്ന് പറയുന്ന ഓപ്ഷനുണ്ട്. അതല്ല ടൂൾ ബോക്സിനകത്ത് ക്രോപ്പ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് അത് ഏത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് നമുക്കത് ഇമേജ് ക്രോപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ടൂൾ ബോക്സിനകത്ത് ഈ കിടക്കുന്നതാണ് ക്രോപ്പ് ടൂൾ എന്ന് പറയുക. അപ്പോൾ ഈ ടൂൾ സെലക്ട് ചെയ്യുക. ഈ ടൂൾ സെലക്ട് ചെയ്തിട്ട് നമുക്കിപ്പോൾ ഇതിൻ്റെ അകത്ത് ഏത് പോർഷനാണോ ക്രോപ്പ് ചെയ്യേണ്ടത് ആ പോർഷൻ നമ്മളങ്ങ് സെലക്ട് ചെയ്തെടുത്തു. അത്രയും പോർഷൻ എടുത്തു. ദെൻ ഇത് ഞാൻ സെലക്റ്റഡ് ആയി. ദെൻ എൻ്റർ കീ പ്രസ് ചെയ്തു. എൻ്റർ കീ പ്രസ് ചെയ്യുമ്പോൾ ആ സെലക്റ്റഡ് പോർഷൻ മാത്രമാണ് നമുക്ക് കിട്ടിയുള്ളൂ, ബാക്കിയുള്ളതെല്ലാം കട്ടായിപ്പോയി. അപ്പോൾ അങ്ങനെ കുറച്ച് പോർഷൻ മാത്രം നമുക്ക് ക്രോപ്പ് ചെയ്ത് അല്ലെങ്കിൽ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ക്രോപ്പ് എന്ന് പറയുന്ന ടൂള്. ഓക്കെ, ദെൻ നെക്സ്റ്റ് വൺ റൊട്ടേറ്റ് ടൂൾ. റൊട്ടേറ്റ് ടൂൾ ഈസ് യൂസ്ഡ് ടു റൊട്ടേറ്റ് ആൻ എൻറ്റയർ ലെയർ ഓർ ഓൺലി എ സെലക്റ്റഡ് പോർഷൻ ഓഫ് ആൻ ഇമേജ്. ഒരു ഇമേജിൻ്റെ കുറച്ച് ചെറിയൊരു പോർഷൻ അല്ലെങ്കിൽ ആ എൻ്റയർ ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് ചെയ്യാനായിട്ട് ഒന്ന് റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് റൊട്ടേറ്റ് ടൂൾ. ട്രാൻസ്ഫോം ടൂൾസിൽ റൊട്ടേറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ. ഓക്കെ, അതിൻ്റെ എക്സാമ്പിൾ നോക്കാം. നോക്കിക്കേ, ഇത് നമ്മൾ നേരത്തെ ക്രോപ്പ് ചെയ്ത ഇമേജ് തന്നെയാണ്. ജസ്റ്റ് ഒരു ഇമേജ്. ഇതിന് വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒന്നിലെ ചെറിയൊരു പോർഷനായിട്ട് അല്ലെങ്കിൽ ഈ ഒരു ഇമേജ് കംപ്ലീറ്റ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അപ്പോൾ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂൾ ഇതാണ് റൊട്ടേറ്റ് ടൂൾ. അതിൻ്റെ ഐക്കൺ അല്ലെങ്കിൽ ടൂൾ ബോക്സിനകത്തുള്ള ഐക്കൺ ഇതാണ്. ഇത് സെലക്ട് ചെയ്യുക. ഇത് നമുക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഈ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്കിങ്ങനെ റൊട്ടേറ്റ് ചെയ്യിക്കാം. ഓക്കെ, ദെൻ റൊട്ടേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് നേരെ തിരിഞ്ഞു വരും. ഇനി ഇത് ഏതെങ്കിലും ഒരു പോർഷൻ, ഈ ഒരു ചെറിയൊരു പോർഷൻ മാത്രം നമുക്ക് സെലക്ട് ചെയ്തു. ഈ ഒരു പോർഷൻ സെലക്ട് ചെയ്തു. ഇപ്പോൾ ഇത്രയും പോർഷൻസ് സെലക്റ്റഡ് ആയി. ദെൻ റൊട്ടേറ്റ് എന്ന് പറയുന്ന ആ ഒരു ഓപ്ഷൻ എടുത്താൽ നമുക്ക് ഈ ഒരു സെലക്ട് ചെയ്ത പോർഷൻ മാത്രം എന്ത് ചെയ്യാം, റൊട്ടേറ്റ് ചെയ്യിക്കാനായിട്ട് പറ്റും. അപ്പോൾ അയാൾ നേരെ തലതിരിഞ്ഞ് നിൽക്കുന്നതായിട്ട് റൊട്ടേറ്റ് കൊടുത്തു. അപ്പോൾ അയാൾ അവിടെ തലതിരിഞ്ഞ് നിൽക്കുന്നതായിട്ടുള്ളൊരു ഫിഗറാണ് അവിടെ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരു ഇമേജിൻ്റെ കുറച്ച് പോർഷൻസ് മാത്രം അല്ലെങ്കിൽ ആ ഒരു ലെയർ കംപ്ലീറ്റ് ആയിട്ട് നമുക്കൊന്ന് റൊട്ടേറ്റ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് റൊട്ടേറ്റ് എന്ന് പറയുന്ന ടൂള്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഫിഫ്ത്ത് ടൂൾ എന്ന് പറയുന്നത് സ്കെയിൽ ടൂളാണ്. സ്കെയിൽ ടൂൾ ഈസ് യൂസ്ഡ് ടു സ്കെയിൽ ഓർ റീസൈസ് ലെയർ ഓർ സെലക്ഷൻ ഓൺ ദ ഇമേജ്. ഒരു സ്കെയിൽ ടൂൾ യൂസ് ചെയ്യുന്നത് ആ ഒരു ഇമേജ് നമുക്ക് സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ റീസൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട്, അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ ടൂൾ യൂസ് ചെയ്യുക. സ്കെയിൽ ടൂൾ ഈസ് യൂസ്ഡ് ടു സ്കെയിൽ ഓർ റീസൈസ് ലെയേഴ്സ് ഓർ സെലക്ഷൻസ് ഓഫ് ദ ഇമേജ്. ഒരു ഇമേജിൻ്റെ സെലക്ട് ചെയ്ത പോർഷൻസ് അല്ലെങ്കിൽ അതിൻ്റെ ലെയർ കംപ്ലീറ്റ് ആയിട്ട് റീസൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് സ്കെയിൽ ടൂൾ എന്ന് പറയുക. വി ക്യാൻ സ്പെസിഫൈ ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഇൻ ദ സ്കെയിൽ ഡയലോഗ് ബോക്സ് ഫോർ സ്കെയിലിംഗ്. അപ്പോൾ നമ്മൾ ഇതിനു മുമ്പ് പല പ്രാവശ്യം നമ്മൾ സ്കെയിലിംഗ് നടത്തുന്നത് കാണിച്ചു. രണ്ട് രീതിയിൽ നമുക്ക് സ്കെയിലിംഗ് നടത്താം. അതൊക്കെയാണ്, ഒന്നില്ല നമുക്കത് മൗസ് യൂസ് ചെയ്തിട്ട് ഡ്രാഗ് ചെയ്തിട്ട് സ്കെയിൽ ചെയ്യാം, അല്ലെങ്കിൽ സ്കെയിൽ ഡയലോഗ് ബോക്സിനകത്തെ ഈ വാല്യൂസ് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ വി ക്യാൻ സ്പെസിഫൈ ദ ഹൈറ്റ് ആൻഡ് വിഡ്ത്ത് ഇൻ ദ സ്കെയിൽ ഡയലോഗ് ബോക്സ് ഫോർ സ്കെയിലിംഗ്. ആ സ്കെയിൽ ഡയലോഗ് ബോക്സിനകത്ത് നമുക്ക് ഹൈറ്റും വിഡ്ത്തും സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഹൈറ്റും വിഡ്ത്തും കൊടുത്തിട്ട് നമുക്ക് സ്കെയിൽ ചെയ്യാനായിട്ട് സാധിക്കും. ദ സ്കെയിൽ ടൂൾ യൂസ്ഡ് ടു റീസൈസ് ആൻ ഇമേജ്. ഒരു ഇമേജ് റീസൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ് സ്കെയിൽ ടൂള് യൂസ് ചെയ്യുക. ടു സ്കെയിൽ ദ ആക്റ്റീവ് ലെയർ ഓഫ് ദ ക്യാൻവാസ്. ഒരു ക്യാൻവാസിലെ ആക്റ്റീവ് ലെയർ സ്കെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടതെന്ന്, സെലക്ട് ടൂൾസിൽ ട്രാൻസ്ഫോം ടൂൾസിൽ സ്കെയിൽ ഓർ സെലക്ട് ടൂൾ ഫ്രം ടൂൾ ബോക്സ്. ടൂൾ ബോക്സിൽ നിന്ന് സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യുക, അല്ലെങ്കിൽ ടൂൾസ് എന്ന് പറയുന്ന മെനുവിൽ നിന്ന് ട്രാൻസ്ഫോം ടൂൾസ് എന്ന് പറയുന്ന ഓപ്ഷനിൽ നിന്ന് സ്കെയിൽ എന്ന് പറഞ്ഞ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ക്ലിക്ക് ഓൺ ദ ഇമേജ്, എ സ്കെയിൽ ഡയലോഗ് ബോക്സ് ഓപ്പൺ. ദെൻ ആ സ്കെയിൽ എന്ന് പറയുന്ന ആ ടൂൾ സെലക്ട് ചെയ്തതിന് ശേഷം ആ ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അവിടെ ഒരു സ്കെയിൽ ഡയലോഗ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും. ചേഞ്ച് ദ വിഡ്ത്ത് ആൻഡ് ഹൈറ്റ് ഓഫ് ദ ഇമേജ്.
അപ്പോൾ അതിൻ്റെ വിഡ്ത്തും ഹൈറ്റും ചേഞ്ച് ചെയ്ത് കൊടുക്കാം. അല്ല എങ്കിൽ ബൈ യൂസിങ് ദ ഹാൻഡിൽസ് ദാറ്റ് അപ്പിയർ ഓൺ ദ കോർണേഴ്സ് ആൻഡ് ബോർഡേഴ്സ് ഓഫ് ദ ഇമേജ്. ആ ഇമേജിൻ്റെ കോർണറിലും ബോർഡറിലും ഒരു ഹാൻഡിൽ വരും. ആ ഹാൻഡിൽ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, റീസൈസ് ചെയ്യാം. ആഫ്റ്റർ റീസൈസിങ് ക്ലിക്കിംഗ് ദ സ്കെയിൽ ബട്ടൺ ഓൺ കംപ്ലീറ്റ് ദ പ്രോസസ്. നമ്മൾ റീസൈസ് നമ്മുടെ ആ ഇമേജിൻ്റെ സൈസ് എന്തുമാത്രം വേണമെന്ന് നമ്മൾ തീരുമാനിച്ചതിന് ശേഷം എന്ത് ചെയ്യാം, നമുക്കത് സ്കെയിൽ എന്ന് പറയുന്ന ബട്ടണെ പ്രസ് ചെയ്ത് നമുക്ക് ആ സ്കെയിലിങ് കംപ്ലീറ്റ് ആക്കാം. ഓക്കെ, ദെൻ ഒന്ന് ചെയ്ത് നോക്കാം. ഇത് പഴയ രീതിയിൽ ഞാൻ ആക്കിയിട്ടുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ സൈസ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ഒരു സെലക്റ്റഡ് ആയിട്ടുള്ള പോർഷൻ നമുക്ക് അതിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇപ്പോൾ ഇതാണ് സ്കെയിൽ ടൂൾ ബോക്സ്. ടൂൾ ബോക്സിനകത്ത് സ്കെയിൽ എന്ന് പറയുന്ന ടൂൾ ഈ കിടക്കുന്നതാണ്. അല്ല എങ്കിൽ ടൂൾസിൽ ട്രാൻസ്ഫോം ടൂൾസിൽ സ്കെയിൽ എന്ന് പറയുന്ന ഓപ്ഷൻ കിടപ്പുണ്ട്, അത് എടുക്കുക. ഓക്കെ, അപ്പോൾ എന്ത് ചെയ്യണം, ആദ്യം ഈ സ്കെയിൽ ടൂൾ എടുക്കുക. ദെൻ ഈ ഒരു ഇമേജ് കംപ്ലീറ്റ് ആയിട്ടാണ് നമുക്ക് റീസൈസ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതാണ് സ്കെയിൽ ഡയലോഗ് ബോക്സ്, ഇതാണ് ലിങ്കിങ് ചെയിന്, അതൊക്കെ നേരത്തെ ഒന്ന് പറഞ്ഞതാണ്. ദെൻ ഇത് നമുക്ക് ഹൈറ്റും വിഡ്ത്തും ചേഞ്ച് ചെയ്ത് കൊടുത്ത് നമുക്ക് ഈ ഒരു ഇമേജിൻ്റെ സൈസ് ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ നമുക്ക് ഒന്നിലും ഇങ്ങനെ ചേഞ്ച് ചെയ്യാം, അല്ലെങ്കിൽ ഈ ഒരു ഇമേജിൻ്റെ 4 കോർണറിൽ നമുക്ക് ഹാൻഡിൽസ് വന്നിട്ടുണ്ട്. അങ്ങനെ നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് കൊടുക്കാനായിട്ട് സാധിക്കും. ദെൻ എല്ലാം നമ്മുടെ സൈസ് ഓക്കെ ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്കെയിൽ എന്ന് പറയുന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ആ സൈസിലായിരിക്കും പിന്നെ ആ ഇമേജ് വരിക. ഓക്കെ, ദെൻ അടുത്തത് നമുക്ക് പറയാനായിട്ട് പോകുന്നത് ടു അവോയ്ഡ് ഇംപ്രോപ്പർ റീസൈസിങ് യൂസ് ആസ്പെക്ട് റേഷ്യോ. നമുക്ക് ഇപ്പോൾ ഒരു ഇമേജിൻ്റെ ഹൈറ്റ് മാത്രം കൂട്ടി കൊടുത്തു, അല്ലെങ്കിൽ ഹൈറ്റ് മാത്രം ചേഞ്ച് ചെയ്ത് കൊടുത്തു. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സംഭവിക്കുക, ഇവിടെ നോക്കി ഈ ലിങ്കിങ് ചെയിൻ മാറ്റി കളഞ്ഞു. ദെൻ അതിൻ്റെ വിഡ്ത്ത് മാത്രം ചെറുതാക്കി കൊടുത്തു, അപ്പോൾ സ്കെയിൽ ചെയ്തു. അപ്പോൾ അത് വേറൊരു രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രോപ്പറായിട്ടുള്ള ഒരു റേഷ്യോ അല്ല അവിടെ വന്നേക്കുന്നത്. അതായത് വിഡ്ത്ത് കുറയുന്നതനുസരിച്ച് ഹൈറ്റും കുറയുക, അല്ലെങ്കിൽ ഹൈറ്റ് കുറയുന്നതനുസരിച്ച് വിഡ്ത്തും കുറയുക. ആ ഒരു രീതിയിൽ നമുക്ക് വരണം എന്നുണ്ടെങ്കിൽ അവിടെ യൂസ് ചെയ്യുന്നതാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുക. ദ ആസ്പെക്ട് റേഷ്യോ വിൽ കൺസ്ട്രെയിൻ ദ സ്കെയിലിംഗ് ദാറ്റ് ദ ഹൈറ്റ് ഓർ വിഡ്ത്ത് റേഷ്യോ ഓഫ് ദ ലെയർ വിൽ ബി കെപ്റ്റ് കോൺസ്റ്റന്റ്. അതായത് ഹൈറ്റിൻ്റെയും വിഡ്ത്തിൻ്റെയും ആ ഒരു റേഷ്യോ എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുക. ദ ലിങ്കിങ് ചെയിൻ ഐക്കൺ ഇൻ ദ സ്കെയിൽ ഡയലോഗ് ബോക്സ് ഷുഡ് ബി ക്ലിക്ഡ് ഫോർ കീപ്പിംഗ് ദ ആസ്പെക്ട് റേഷ്യോ. ഈ ആസ്പെക്ട് റേഷ്യോ നമുക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ ഈ ലിങ്കിങ് ചെയിന് നമ്മൾ ക്ലിക്ക് ചെയ്താൽ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ ലിങ്കിങ് ചെയിൻ ഇവിടെ ലിങ്ക്ഡ് ആയിട്ട് കിടന്നാൽ മാത്രമേ ആസ്പെക്ട് റേഷ്യോ വരുള്ളൂ. അതായത് വിഡ്ത്ത് കൂടുന്നതനുസരിച്ച് ഹൈറ്റ് കൂടും, അല്ലെങ്കിൽ വിഡ്ത്ത് കുറയുന്നതനുസരിച്ച് ഹൈറ്റ് കുറയും. അപ്പോൾ അങ്ങനെ നമുക്ക് അത് തമ്മിലുള്ള ഒരു റേഷ്യോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ആസ്പെക്ട് റേഷ്യോ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചർ. ഓക്കെ, ദെൻ അടുത്ത ടൂൾ എന്ന് പറയുന്നത് ഷിയർ ടൂളാണ്. ഷിയർ ടൂൾ എന്ന് പറയുന്നത് എന്തിനാണ്? ഷിയർ ടൂൾ ഈസ് യൂസ്ഡ് ടു ഷിഫ്റ്റ് വൺ പാർട്ട് ഓഫ് ആൻ ഇമേജ് a layer or a selection to one direction and the other part of the opposite direction. ഒരു ഇമേജിൻ്റെയോ അല്ലെങ്കിൽ ഒരു ലെയറിൻ്റെയോ ഒരു സെലക്ട് ചെയ്ത ഒരു പോർഷൻ്റെയോ ഒരെഡ്ജ് ഒരു പോർഷനിലോട്ടും അതിൻ്റെ ഓപ്പോസിറ്റ് എഡ്ജ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ടും നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഷിഫ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ടൂളാണ് ഷിയർ ടൂൾ എന്ന് പറയുക. ടൂൾസിൽ ട്രാൻസ്ഫോം ടൂൾസിൽ ഷിയർ എന്ന് പറയുന്ന ഓപ്ഷൻ എടുത്തു. ഓക്കെ, ദെൻ ഇതിനകത്ത് ഷിയർ എന്ന് പറയുന്ന ആ ഒരു ബട്ടൺ എന്ന് പറയുന്നത് ഈ കിടക്കുന്നതാണ് ഷിയർ ബട്ടൺ. അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. ദെൻ ഇവിടെ വന്ന് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തുമാത്രം എക്സ് ഡയറക്ഷൻ എങ്ങോട്ടേക്ക് പോകണം, വൈ ഡയറക്ഷൻ എങ്ങോട്ടേക്ക് പോകണം എന്നുള്ളത് നമ്മൾ പറഞ്ഞു കൊടുക്കാം. അപ്പോൾ എക്സ് ഡയറക്ഷൻ നമ്മൾ ഇങ്ങനെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇതാണ് ഈ കോർണറാണ് എക്സ് ഡയറക്ഷൻ. അപ്പോൾ ഇത് ഈ ഒരു പോർഷനിലോട്ട് പോകും. അപ്പോൾ നമുക്ക് എക്സ് ഡയറക്ഷൻ അങ്ങനെ തന്നെ കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എക്സ് ഡയറക്ഷൻ 0 കൊടുത്തു, അല്ലെങ്കിൽ മൈനസ് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ മൈനസ് വാല്യൂ കൊടുക്കാം. അപ്പോൾ അത് ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് പോകും. ഷിയർ കൊടുത്തു. അപ്പോൾ നോക്കിക്കേ, ഈ ഒരു ഇമേജിൻ്റെ ഈ ഒരു പോർഷൻ ലെഫ്റ്റ് സൈഡിലോട്ടും എൻ്റെ നേരെ ഓപ്പോസിറ്റ് പോർഷൻ എൻ്റെ ഓപ്പോസിറ്റ് സൈഡിലോട്ടുമാണ് പോയത്. ഒന്നുകൂടി ചെയ്ത് നോക്കാം. ഓക്കെ, ഇത്
ഈ ഒരു ഇമേജ് ഈ ഒരു ഫോമിലാണ് വരിക. അപ്പോൾ നമുക്കത് ക്യാൻവാസ് ഇത്തിരി ചെറുതായതുകൊണ്ട് നമുക്ക് ഈ കോർണർ അതിൻ്റെ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ കാണാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു ഫോമിലാണ്, അതായത് അതിൻ്റെ ഒരു കോർണർ ഒരു ഡയറക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും, അടുത്ത അതിൻ്റെ ഓപ്പോസിറ്റ് കോർണർ അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. ഇങ്ങനെ വേണ്ടി ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആ ഒരു ടൂളാണ് ഷിയർ എന്ന് പറയുക. അപ്പോൾ ഷിയർ ബട്ടനെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ക്യാൻവാസിനകത്തുള്ള പോർഷൻ മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു ചെരിഞ്ഞ് നിൽക്കുന്ന ഒരു ഭാഗം അല്ലെങ്കിൽ ഒരു ഡയറക്ഷൻ ഒരു ഭാഗത്തേക്കും അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഓപ്പോസിറ്റ് സൈഡിലോട്ടും ഷിഫ്റ്റ് ചെയ്തിട്ടുള്ള ഒരു രീതിയിലേക്ക് നമ്മുടെ പിക്ചർ ചേഞ്ച് ആവും. അങ്ങനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഷിയർ എന്ന് പറയുന്ന ടൂള്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ ലാസ്റ്റ് ഫ്ലിപ്പ് ടൂൾ. Flip tool provide the ability to flip layers or selection either horizontally or vertically. അതായത് ഒരു റിഫ്ലക്ഷൻ, നമ്മളൊരു മിററിൽ എടുക്കുന്ന റിഫ്ലക്ഷൻ നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടൂളാണ് ഫ്ലിപ്പ് ടൂൾ എന്ന് പറയുക. അപ്പോൾ ഫ്ലിപ്പ് ടൂൾ പ്രൊവൈഡ് ദ എബിലിറ്റി ടു ഫ്ലിപ്പ് ലെയേഴ്സ് ഓർ സെലക്ഷൻ. നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചേക്കുന്ന പോർഷൻ അല്ലെങ്കിൽ മൊത്തം ലെയറിനെ ഒന്ന് ഫ്ലിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത് ഫ്ലിപ്പ് ടൂൾ എന്ന് പറയുക. യൂസ് ദിസ് ടൂൾ ടു ക്രിയേറ്റ് റിഫ്ലക്ഷൻ. നമുക്ക് ഈ ടൂൾ യൂസ് ചെയ്തിട്ട് റിഫ്ലക്ഷൻ ക്രിയേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ ടൂൾസിൽ ട്രാൻസ്ഫോം ടൂൾസിൽ ഫ്ലിപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് അതിൻ്റെ എക്സാമ്പിൾ ഒന്ന് നോക്കാം. ഇത് നമ്മൾ ആദ്യം എടുത്ത ഇമേജ് തന്നെയാണ്. ഞാൻ ആദ്യം ഇതിനെ ഒന്ന് സ്കെയിൽ ചെയ്യുവാണ്. സ്കെയിൽ ചെയ്ത് നമ്മൾ അതിൻ്റെ ആ ഒരു പകുതിയായിട്ട് നമ്മൾ ഈ ഒരു ക്യാൻവാസിൻ്റെ പകുതിയായിട്ട് നമ്മൾ സ്കെയിൽ ചെയ്തു. ദെൻ ഇത് ഈ ലെയറിലാണ് കിടക്കുന്നത്. ഈ ലെയറിൻ്റെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഞാൻ എടുക്കുകയാണ്. ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. അപ്പോൾ സെക്കൻഡ് ലെയർ വന്നു. ഈ സെക്കൻഡ് ലെയർ ഇപ്പോൾ ഈ മുകളിൽ കിടക്കുന്നത് സെക്കൻഡ് ലെയറാണ്. ഓക്കെ, ഈ സെക്കൻഡ് ലെയറാണ് മുകളിൽ കിടക്കുന്നത്. ദെൻ മൂവ് ടൂൾ യൂസ് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും ഈ മുകളിൽ കിടക്കുന്നത് സെക്കൻഡ് ലെയറാണ്. ഇപ്പോൾ ഈ ലെയർ ഞാൻ ഇവിടെ അങ്ങ് മാറ്റി വെച്ചു. ഇപ്പോൾ ഈ ലെയറാണ് ഇപ്പോൾ സെലക്റ്റഡ് ആയിട്ട് കിടക്കുക. മൂവ് ടൂൾ യൂസ് ചെയ്തിട്ടാണ് ഇത് മാറ്റി വെച്ചേക്കുന്നത്. ഇപ്പോൾ ഈ ലെയറാണ് ഇപ്പോൾ ഇവിടെ സെലക്റ്റഡ് ആയിട്ട് കിടക്കുക. ദെൻ നമ്മളിവിടെ ഫ്ലിപ്പ് ടൂൾ എടുത്തു. ഫ്ലിപ്പ് ടൂളിൽ ക്ലിക്ക് ചെയ്തു. ഇവിടെ വന്ന് ഈ ലെയറിൽ ഫ്ലിപ്പ് ടൂൾ വെച്ചിട്ട് ക്ലിക്ക് ചെയ്തു. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായി. അപ്പോൾ എന്ത് ചെയ്തു, ആദ്യത്തെ ഇമേജിൻ്റെ ഒരു മിറർ ഇമേജാണ് നമ്മളിവിടെ വന്നേക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു പോർഷൻ്റെ ഒരു മിറർ എടുക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ മിറർ എഫക്റ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് യൂസ് ചെയ്യുക, ഫ്ലിപ്പ് ടൂൾ. അതായത് ഇപ്പോൾ നിൽക്കുന്ന ഡയറക്ഷൻ്റെ നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. അപ്പോൾ ഇപ്പോൾ ഏത് പൊസിഷനിലാണോ അതിൻ്റെ മിറർ വെച്ച് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു കണ്ണാടി വെച്ച് കഴിയുമ്പോൾ നമുക്ക് എങ്ങനെയാണോ കിട്ടുന്നത് ആ ഒരു പൊസിഷനിലോട്ട് ആ ഇമേജിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഏത് ടൂള്, ഫ്ലിപ്പ് എന്ന് പറയുന്ന ടൂള്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ട്രാൻസ്ഫോം ടൂൾസ് പഠിക്കാനുള്ളത്. 7 ട്രാൻസ്ഫോം ടൂൾസ് ഉണ്ട്. ഏതൊക്കെയായിരുന്നു? അലൈൻ, മൂവ്, ക്രോപ്പ്, റൊട്ടേറ്റ്, സ്കെയില്, ഷിയർ ആൻഡ് ഫ്ലിപ്പ്. ഓക്കെ, അപ്പോൾ നമുക്കത് കറക്റ്റായിട്ട് പഠിക്കണം. എല്ലാവരും ഒരു പ്രാവശ്യം കണ്ടാൽ അത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വീഡിയോ വീണ്ടും കണ്ട് നമ്മൾ പല പ്രാവശ്യം കണ്ട് നമ്മളിത് മനസ്സിലാക്കിയെടുക്കുക. ഓക്കെ, താങ്ക് യു. ഈ പോർഷൻ ഇവിടെ ഞാൻ നിർത്തുവാണ്. ദെൻ ലാസ്റ്റ് നമുക്ക് ഒരു ഇമേജ്, ഒരു പ്രൊജക്റ്റ് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു പോസ്റ്റർ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ പാകത്തിനുള്ള ഒരു ക്ലാസ്സായിട്ട് അടുത്തൊരു പാർട്ടിൽ നമുക്ക് കാണാം. ഓക്കെ, താങ്ക് യു.